ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. മാരീച നിഗ്രഹം. മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയിൽ ഇതിനേതുമെത്രയും അടുത്തു വന്നിടുന്നു, മെരുക്കമുണ്ടെത്രയുമെന്നു തോന്നും. കളിപ്പാനതിസുഖമുണ്ടിതു നമുക്കിന്നു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗത്പതേ. മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു, സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ. അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരമെങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം. എന്നുറച്ചാശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനുമതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നയിതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയോ പാപം. ഹാ ഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാ ഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിലേ ഭവാൻ, ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുൻപേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിൽ അയ്യോ. ലക്ഷ്മണൻ അതു കേട്ടു ജാനകിയോടു ചൊന്നാൻ. ദുഃഖിയായി കാര്യേ ദേവി
കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരനെത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനുമിതു കേട്ടുപോയി അകലുമ്പോൾ നിന്തുരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തി കന്ധരൻ തനിക്കതിനുള്ള പായമിതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ. രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിജാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകില രക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകി അതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മനസ്സേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം. രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായിനൂനം. ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു. തവ ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലയല്ലോ. രാമനാശകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥമവൻ തന്നുട നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായെന്നെയും കൊണ്ടങ്ങു ചെല്ലുവാനൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും. ഇന്നുമത് പ്രാണത്യാഗം ചെയ്വൻ ഞാനറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണോദ്യുതനായ നിന്നെ സോദരബുദ്ധ്യാ ധരിച്ചീല രാഘവനേതും. രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കുകേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ. നിനക്കു നാശം അടുത്തിരിക്കുന്നിതു പാരം എനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി. ധിക് ധിക് അത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. വനദേവതമാരെ പരിപാലിച്ചു കൊള്ളുവിൻ. മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ. ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം. പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. മാരീച നിഗ്രഹം. മായാനിർമ്മിതമായ കനകമൃഗം കണ്ട് മായാസീതയും രാമചന്ദ്രനോട് ഉര ചെയ്താൾ. ഭർത്താവെ കണ്ടിയില്ലയോ, കനകമയ മൃഗം, സ്വർണമയമായിട്ടുള്ള മൃഗം, എത്രയും ചിത്രം, വളരെ ആശ്ചര്യം തോന്നുന്നു. രത്നഭൂഷിതം ഇതം, രത്നങ്ങൾ പതിപ്പിച്ചതുപോലെയുണ്ട്. പേടിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്നിടുന്നു. ഒരു പേടിയുമില്ലാതെ അടുത്തു വന്നൊക്കെ ഇങ്ങനെ ഇണങ്ങുന്നുണ്ടല്ലോ. മെരുക്കമുണ്ട് എത്രയുമെന്ന് തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ടിത്. നമുക്ക് നമ്മുടെ ആശ്രമത്തിൽ ഈ മാൻ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും, നേരം പോക്കിന് നല്ലതായിരിക്കും.
നമുക്കിന്ന് വിളിച്ചിടുക. വരുമെന്ന് തോന്നുന്നു നൂനം, കാരണം ആ ഒരു പരിചയം കാണിക്കുന്നത് കൊണ്ട്. ഇനി അഥവാ സ്വയമേവ വരുന്നില്ലെങ്കിൽ പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ, മടിച്ചീടരുതേതും ഭർത്താവേ ജഗത്പതേ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ കണ്ടു, ഈ സീത മായാസീതയാണ്. ഈ മായാസീതയാകുന്ന ആ മൈഥിലി വാക്യം കേട്ട് രാഘവൻ അരുൾ ചെയ്തു, സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ. അതായത് ഞാൻ മാനിനെ പിടിക്കാൻ പോവുകയാണ്, ലക്ഷ്മണനോട് പറഞ്ഞു നീ ഇവളെ കാത്തുകൊള്ളണം. യാതുധാനന്മാരുണ്ട്, രാക്ഷസന്മാരുണ്ട് കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്ത് ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അങ്ങനെ ആ മൃഗത്തെ പിടിക്കാൻ പോയി. എന്നാൽ അടുത്ത് ചെല്ലുന്നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞ് അടുത്തുകൂടാ. അതായത് അടുത്ത് എത്തിന്ന് കാണുമ്പോൾ വേഗത്തിൽ ഓടിക്കളയും. എന്നാൽ അടുത്തുകൂടാ, എനിക്ക് പിടിക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും. അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. അന്നേരം തോന്നും ഇപ്പൊ എളുപ്പത്തിൽ കിട്ടുമെന്ന്. എന്നാൽ അപ്പോൾ പടുത്വമോട് വളരെ സാമർഥ്യത്തോടെ ദൂരെ കുതിച്ചു ചാടും. അപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം, ആശ്രമത്തിൽ നിന്ന് ഇങ്ങനെ കളിപ്പിച്ച് ഒരുപാട് ദൂരെ അങ്ങായി. ഇനി എങ്ങനെ പിടിക്കുന്നു? വേഗമുണ്ട് ഇതിനേറ്റം, ഇതിന് ഈ മാനിന് നല്ല വേഗമുണ്ട് എന്ന് ഉറച്ച് ആശ വിട്ടു. അതായത് കൈ കൊണ്ടുപോയി പിടിക്കാമെന്ന ആശ വിട്ടിട്ട് രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അത് കൊണ്ടിട്ട് ഭൂമിയിൽ വീണ നേരം വൻമല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. അങ്ങനെ തൻ്റെ ആ യഥാർത്ഥ രൂപം പുറത്തേക്ക് വന്നു. മാരീചൻ തന്നെ ഇത് കണ്ടപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ, ഓ അപ്പോൾ മാരീചനാണ് ഇത്. എന്നിട്ട് ലക്ഷ്മണൻ ഒരു പക്ഷേ വിലക്കിയിട്ടുണ്ടാകാം, അതാണ് ലക്ഷ്മണൻ പറഞ്ഞത് നേരത്രേ എന്ന് രഘുനാഥനും നിരൂപിച്ചു. ലക്ഷ്മണൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടാകണം, ഇത് സാധാരണ മാൻ അല്ല, രാക്ഷസനോ മറ്റോ ആണ് എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെ ബാണമേറ്റ് അവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോട് കരഞ്ഞാൻ. അയ്യോ പാപം. അവിടെ കരയുമ്പോൾ വിളിക്കുന്നത് ശ്രീരാമചന്ദ്രൻ വിളിക്കുന്നത് പോലെ, ഹാ ഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാ ഹാ മേ വിധിബലം പാഹിമാം ദയാനിധേ. അപ്പൊ ഇങ്ങനെ സീതയെയും ലക്ഷ്മണനെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കരച്ചിൽ കൊടുക്കുന്നത്. ആതുരനാദം കേട്ട് ലക്ഷ്മണനോട് ചൊന്നാൾ. അങ്ങനെ ഈ കരച്ചിൽ കേട്ടിട്ട് സീത ലക്ഷ്മണനോട് പറയുകയാണ്, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിയില്ലേ, ജ്യേഷ്ഠൻ കരയുന്നത് കേട്ടിയില്ലേ ഭവാൻ. ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുൻപേ രക്ഷിച്ചുകൊള്ളുക ചെന്ന് ലക്ഷ്മണ മടിയാതെ. രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിൽ അയ്യോ. അപ്പൊ ഇങ്ങനെയൊക്കെ സീതാദേവി ആകെ വെപ്രാളപ്പെട്ടപ്പോൾ ലക്ഷ്മണൻ അത് കേട്ട് ജാനകിയോട് ചൊന്നാൻ, ദുഃഖിയായിക ആര്യേ ദേവി, ജ്യേഷ്ഠത്തി ദേവി ദുഃഖിക്കരുത്, കേൾക്കണം മമ വാക്യം, എന്റെ വാക്കിനെ കേൾക്കുക. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ, നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അപ്പൊ ഇവിടെ വന്നത് മാരീചനാണ് പൊന്മാനായിട്ട് വന്നത്. അവൻ നല്ല ചോരനാണ്, അവൻ കള്ളനാണ്. എത്രയുമേവം കരഞ്ഞത് അവൻ തന്നെയാണ്. അവൻ മായാവിയാണ്, അവന് ഏത് ശബ്ദത്തിലും കരയാൻ സാധിക്കും. അതുകൊണ്ട് ഇത് കേട്ടിട്ട് അന്ധനായി ഞാനും ഇത് കേട്ട് പോയി അകലുമ്പോൾ, ഞാൻ ഇവിടെ നിന്ന് അകലുമ്പോൾ നിൻതിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. ഇത് മാരീചനും രാക്ഷസനും പങ്ക്തികന്ധരൻ രാവണനും ചേർന്ന് മുൻകൂട്ടി നടത്തിയ ഒരു പദ്ധതി പ്രകാരമാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. ഇതൊരു നാടകമാണ്, ദേവി ഇതിൽ വീഴരുത്. അതാണ് പങ്ക്തികന്ധരൻ തനിക്ക്, ദേവിയെയും കൊണ്ടുപോയിടാമല്ലോ പങ്ക്തികന്ധരൻ തനിക്ക്, അതിനുള്ള അപായം ഇതെന്തറിയാതെ അരുൾ ചെയ്യുന്നു.
അങ്ങനെ കൊണ്ടുപോകും എന്നത് അപകടകരമായ അവസ്ഥയാണ്. അത് മനസ്സിലാക്കാതെ, അത്രയല്ല, അത് മാത്രമല്ല, ദേവി ഒരു കാര്യം ശ്രദ്ധിക്കണം. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ദേവി എന്താ ജ്യേഷ്ഠന്റെ മാഹാത്മ്യം മറന്നുപോയോ? ഈ ലോകത്തിലുള്ള ഒരാൾക്കും ജ്യേഷ്ഠനെ ജയിക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഇനി അഥവാ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ പോലും ആർത്തനാദവും മമ ജ്യേഷ്ഠൻ ഉണ്ടാകയില്ല. എന്റെ ജ്യേഷ്ഠൻ ഇതുപോലെയൊന്നും നിലവിളിക്കില്ല. രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും ഇത് അവരുടെ മായയാണ്. വിശ്വനായകൻ കോപിച്ചിടുകിൽ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. സാക്ഷാൽ വിശ്വനായകനാണ് എൻ്റെ ജ്യേഷ്ഠൻ. ആ ജ്യേഷ്ഠൻ കോപിക്കുകയാണെങ്കിൽ അരക്ഷണം കൊണ്ട് ഈ വിശ്വത്തെ മുഴുവൻ സംഹരിക്കും. പിന്നെയാണോ മാരീചൻ? അതാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്ന് എങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജ്യേഷ്ഠത്തി ഇങ്ങനെ ഒരു തികച്ചും അബലകളായ സ്ത്രീകളെ പോലെ കരയരുത്. ഭഗവാന്റെ, അതായത് രാഘവന്റെ ജ്യേഷ്ഠന്റെ മാഹാത്മ്യത്തെ മറന്നു പോവരുത്. ജ്യേഷ്ഠൻ അങ്ങനെയൊന്നും ചെയ്യുകയില്ല. ജാനകി അത് കേട്ട് കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദ കോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാൾ അതുനേരം. ലക്ഷ്മണനെ നോക്കിയിട്ട് വളരെ കാർക്കശ്യത്തോടുകൂടെ ക്രുദ്ധയായിട്ട് ദേവി സംസാരിക്കുകയാണ്. രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി. എനിക്ക് തോന്നുന്നു നീയും ഒരു രാക്ഷസനാണ്. നിന്റെ വംശം, നീ മനസ്സുകൊണ്ടൊരു രാക്ഷസനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നീ ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ. നിനക്ക് നിന്റെ ജ്യേഷ്ഠന്റെ നാശമാണ് നിനക്ക് വേണ്ടത് എന്ന് തോന്നുന്നു. തവ ചേതസി ദുഷ്ടാത്മാവേ, ഞാനിത് ഓർത്തിയില്ലയല്ലോ, എനിക്കിതൊന്നും മനസ്സിൽ കാണാൻ സാധിച്ചില്ലല്ലോ. രാമനാശകാംക്ഷിതനാകിയ. അപ്പൊ ഇവിടെ ഭരതനെയും കുറ്റപ്പെടുത്തുകയാണ്. ഭരതൻ ഒന്നും അറിഞ്ഞതല്ല. പക്ഷെ ഇതാണ്, നമുക്ക് ദേഷ്യം വരുമ്പോൾ എല്ലാം ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പറയുക, അത് എല്ലാവരുടെയും ഒരു സ്വഭാവമാണ്. അവിടെ പറയേണ്ടാത്തത് കൂടെ പറയും. അതാണ് ഇവിടെ പറയുന്നത്. രാമനാശകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം. ഇനി ഭരതനും നീയും കൂടെയുള്ള വല്ല കളിയാണോ ഇത്? അപ്പൊ ഭരതൻ വന്നു പോയിട്ടേ ഉള്ളൂ. അപ്പോ ഭരതൻ വല്ലതും പറഞ്ഞ് ഏൽപ്പിച്ചോ? ജ്യേഷ്ഠനെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് ഏതെങ്കിലും രാക്ഷസന്മാരെ കൊണ്ട് കൊല്ലിക്കാം എന്നതൊക്കെ നിങ്ങളുടെ പദ്ധതിയാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. പക്ഷേ ഒന്ന് ഓർത്തുകൊള്ളുക, ആ ഭരതൻ അവൻ തന്നുടെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമന് നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ ഊനം. ഇങ്ങനെയാണോ നിങ്ങൾ പദ്ധതിയിട്ടത്? ആ ഭരതനാണോ നിന്നെ കൂടെ പറഞ്ഞയച്ചത്? എന്നിട്ട് ശ്രീരാമചന്ദ്രന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെയും കൂട്ടിയിട്ട് പോയി രാജ്യം ഭരിക്കാം, അതാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും. ഇന്ന് മൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും. അങ്ങനെ നീ സ്വപ്നം കാണുകയേ വേണ്ട. എന്തെങ്കിലും എൻ്റെ ഭർത്താവിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ എൻ്റെ ജീവനെ നശിപ്പിക്കുന്നതാണ്. ചേതസി ഭാര്യാഹരണ ഉദ്യുതനായ നിന്നെ സോദരബുദ്ധ്യാ ധരിച്ചീല രാഘവനേതും. രാഘവൻ ഇതൊന്നും മനസ്സിലാക്കാതെ പോയല്ലോ. സോദരബുദ്ധിയ, നീ ഒരു സോദരന്റെ വലിയ ത്യാഗമൊക്കെ സഹിച്ചിട്ട് കൂടെ നിന്ന് ഭാര്യയെ ഹരണ ഉദ്യുതനാണ്, ഭാര്യയെ അപഹരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണെന്ന് ആ രാമചന്ദ്രൻ അറിയാതെ പോയല്ലോ. രാമനെ ഒഴിഞ്ഞ് ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണെ തീണ്ടുകയില്ലയല്ലോ. ഇത് സത്യമാണ്. നിന്റെ ആ പദ്ധതി ഒന്നും നടക്കുകയില്ല. രാമപാദങ്ങളാണ് സത്യം. എൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു പുരുഷനില്ല. ഇത്തരം വാക്കുകേട്ട് സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ. ലക്ഷ്മണൻ അതങ്ങോട്ട് കേട്ടിട്ട് തീപ്പൊള്ളലേറ്റതുപോലെയായി, ചെവിയിൽ ഈ തീ കോരി ഒഴിച്ചതുപോലെ. എന്നിട്ട് ദേവിയോട് പറയുകയാണ്, നിനക്ക് നാശമടുത്തിരിക്കുന്നു. വേറെ എന്താ ഞാൻ പറയേണ്ടത്? പാരം എനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ചില കർമ്മഫലങ്ങൾ അങ്ങനെയാണ്.
അത് അനുഭവിച്ച് തന്നെ തീർക്കണം. ആർക്കും അത് ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി. ചണ്ഡി എന്നതുകൊണ്ട് കോപാകുലെ എന്നർത്ഥം. ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നി? ധിക് ധിക് അത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. അപ്പൊ ഈ സമയത്ത് ആ വിഭാഗത്തെ മുഴുവൻ കുറ്റം പറയുകയാണ്. എന്താ ചെയ്യുക? ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ അതിന് കാരണം എന്തായിരിക്കും? ഒരു സ്ത്രീയുടെ ദുഷ്ട മനസ്സാണ് ഇവർ ഈ വനവാസത്തിന് കാരണം, കൈകേയിയുടെ. അപ്പൊ ഇങ്ങനെ ഓരോ സ്ത്രീകളുടെയും മനസ്സ് ദുഷിക്കുമ്പോൾ അത് പലരെയും വേദനിപ്പിക്കുന്നല്ലോ. അതുകൊണ്ടാണ് ലക്ഷ്മണൻ പൊതുവായിട്ട് പറഞ്ഞത്, ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ ക്രൂരചിത്തന്മാരായി പോയല്ലോ. എന്തായാലും എനിക്ക് പോകാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുവിൻ, മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ. മനുവംശത്തിൽ മനുവംശാധീശനായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ പത്നിയെ വഴി പോലെ നിങ്ങൾ പരിപാലിച്ചു കൊള്ളുക. അങ്ങനെ ദേവിയെ, ദേവകളെ ഭരമേൽപ്പിച്ചിട്ട്, ആ വനത്തിലെ ദേവന്മാരെയൊക്കെ ഭരം, സംരക്ഷണം ഏൽപ്പിച്ച് മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. പൂർവജൻ ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രനെ തേടി ലക്ഷ്മണൻ നടന്നു. ഓം ശ്രീരാമചന്ദ്രായ നമഃ.